ദൈവത്തിൻ്റെ വചനത്തിനായിട്ടുള്ള ക്ഷാമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ലഭിക്കാതെയുള്ള അവസ്ഥ. ഈ ഒരു തമ്പനയിൽ നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഇത്തരമൊരു ക്ഷാമം ഒരു പ്രവചനമാണ്. നമ്മളൊക്കെ ക്ഷാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എന്നെ കാണുന്ന നിങ്ങൾ ആരും അല്ലെങ്കിൽ ഞാനും ക്ഷാമം അനുഭവിച്ചിട്ടില്ല, യഥാർത്ഥത്തിലുള്ള ക്ഷാമം അനുഭവിച്ചിട്ടുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളിലുമൊക്കെ നടക്കുന്ന ക്ഷാമത്തെക്കുറിച്ച്, ചിലരൊക്കെ അനുഭവിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ആഹാരത്തിനും വെള്ളത്തിനുമായിട്ടും ഒക്കെ വെയിറ്റ് ചെയ്യുന്ന, അത് കിട്ടാതെ ആവുന്ന ഒരവസ്ഥ, കാലങ്ങളോളം കിട്ടാതെ ആവുന്ന ഒരവസ്ഥ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല എങ്കിലും നമ്മൾക്ക് ഏകദേശം മനസ്സിലാവും അത്തരം ഒരു അവസ്ഥ വന്നാലും അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ അതിനെക്കാട്ടിലും ഭയാനകമായ ഒരു ക്ഷാമത്തെക്കുറിച്ചാണ് ഈ ഒരു വചനം നമ്മളെ കാണിച്ചു തരുന്നത്. യഹോവയുടെ വചനത്തിനായിട്ടുള്ള ക്ഷാമം, യഹോവയുടെ വചനം ലഭിക്കാതെയുള്ള ക്ഷാമത്തെക്കുറിച്ച് ആമോസിനെ കൊണ്ടാണ് ദൈവം അരുളി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമോസിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. ആ വാക്യം നമ്മൾക്കൊന്ന് വായിക്കാം. യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്: ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനായിട്ടുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ദേശത്ത് ഞാൻ ക്ഷാമം വരുത്തുവാൻ പോകുന്നു. ആഹാരത്തിനോ കുടിവെള്ളത്തിനോ ഉള്ള ക്ഷാമമല്ല, പക്ഷേ യഹോവയുടെ വചനം ലഭിക്കാതെ വരുന്ന, കേൾക്കാതെ വരുന്ന ഒരു അവസ്ഥ. അത്തരമൊരു സ്ഥിതിയെക്കുറിച്ചാണ് ആമോസിനെ കൊണ്ട് യഹോവ പ്രവചനം പ്രവചിപ്പിക്കുന്നത്. അപ്പോൾ ആഹാരവും ഭക്ഷണവും മാത്രമല്ല, ആ ഒരു ക്ഷാമത്തിൻ്റെ പ്രത്യേകത പിന്നെയും തുടർന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: അവർ കടൽ മുതൽ കടൽ വരെ അലഞ്ഞു നടക്കും, വടക്കു മുതൽ കിഴക്ക് വരെ സഞ്ചരിക്കും, യഹോവയുടെ വചനം അന്വേഷിക്കും, എന്നാൽ കണ്ടെത്തുകയില്ല. ആ നാളിൽ സുന്ദരികളായ കന്യകമാരും ശക്തന്മാരായ യുവാക്കളും ദാഹത്താൽ തളർന്നു വീഴും. ആഹാരം ഇല്ലാത്തതല്ല, പാനീയം ഇല്ലാത്തതല്ല, ദൈവത്തിൻ്റെ രക്ഷ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഇവരെല്ലാവരും വീണു പോകും എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആള് ഇല്ല എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട്, ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ആൾക്കാർ ഓടി നടക്കുകയാണ്, പക്ഷെ അവർക്ക് കിട്ടുകയില്ല. ഇവിടെയാണ് നമ്മൾക്ക് ഈ ഒരു പ്രവചനത്തിൻ്റെ വെയിറ്റ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രവചനം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് തോന്നും ഇത് വെറും ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഉള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷയ്ക്കുള്ള ഒരു പ്രവചനമായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ എത്രമാത്രം ഭീതി ഉളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷനും എല്ലാ കാലത്തും, ഇന്നത്തെ തലമുറയ്ക്കും വരാനുള്ള തലമുറയ്ക്കും പോയ തലമുറയ്ക്കും ഒക്കെ പ്രസക്തമായൊരു പ്രവചനം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആമോസിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം നമ്മളൊന്ന് കാണേണ്ടതാണ്. അപ്പോൾ അവിടെ കാണുന്നത്, യഹോവയായ കർത്താവ് എനിക്കൊരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് അവൻ ചോദിച്ചതിന്, ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, ആമോസേ നീ എന്ത് കാണുന്നു? അപ്പോൾ ഒരു കുട്ട പഴുത്ത പഴം എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് അത് പുഴുക്കുത്തെ ഏറ്റവരാണെന്നോ അല്ലെങ്കിൽ അത് ചീഞ്ഞ പഴമാണോ എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ പഴുത്ത പഴം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കുട്ട പഴുത്ത പഴം. ഈ ഒരു പഴുത്ത പഴം സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക കാലം അടുത്തതിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് പഴുത്ത പഴം എന്നുള്ളത്. ഇവിടെ കാണുന്നത് കാലം തികഞ്ഞിരിക്കുന്നു, എൻ്റെ മക്കളായ ഇസ്രായേൽ മക്കളിന് പഴുപ്പ് വന്നിരിക്കുന്നു, കാലം തികഞ്ഞിരിക്കുന്നു. ഇത് അന്ത്യനാളിനെക്കുറിച്ചുള്ള ഒരു സൂചന തന്നെയാണ്, ന്യായവിധി സമയത്തെക്കുറിച്ച് തന്നെയാണ് ഇത് പറയുന്നത്. ഇതിന് ശേഷമുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്ന സ്ഥിതിഗതികൾ, അന്നത്തെ കാലത്ത് നടക്കുന്ന സ്ഥിതിഗതികളൊക്കെ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന സ്ഥിതിഗതികൾ, അല്ലെങ്കിൽ അന്നേരം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. പട്ടാപ്പകൽ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ അസ്തമിപ്പിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കാണുന്നത്. ഇതിന് ശേഷമാണ് ഇതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ യഹോവ പറയുന്നത്,
അന്ന് ഞാനൊരു ക്ഷാമം പുറപ്പെടുവിക്കും. ആഹാരത്തിനായിട്ടുള്ള ക്ഷാമമായിരിക്കത്തില്ല, പാനീയത്തിനായിട്ടുള്ള വെള്ളത്തിനായിട്ടുള്ള ക്ഷാമമായിരിക്കത്തില്ല, മറിച്ച് യഹോവയുടെ വചനം കേൾക്കാനുള്ള ക്ഷാമമായിരിക്കും. കേൾക്കാതെ വരുന്ന അവസ്ഥയായിരിക്കും അത്. യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പാണ് എന്നാണ് ഒട്ടുമിക്ക മലയാളം ബൈബിളിലും എഴുതിയിരിക്കുന്നത്. പക്ഷെ അതും ഇത് തന്നെയാണ്, യഹോവയുടെ വചനത്തിനായിട്ടുള്ള വിശപ്പ്, യഹോവയുടെ വചനം ലഭിക്കാതെ വരുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ രക്ഷ ഇല്ലാതെയാകുന്ന അവസ്ഥ. യഹോവയുടെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ ഇല്ലാതെയാകുന്ന ആ ഒരു വരൾച്ച, മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവൻ്റെ വചനത്തിനായിട്ട് കാതോർക്കും, അതിനുവേണ്ടി ഓടി നടക്കും, അലഞ്ഞു നടക്കും, പക്ഷേ അത് ലഭിക്കുകയില്ല എന്ന് പറയുന്നതിൽ കൂടി യഹോവയുടെ വചനം കണ്ടെത്താകുന്ന കാലത്ത് നമ്മളൊക്കെ കണ്ടെത്താകേണ്ടതാകുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്ഷാമകാലം, വറുതിയുടെ നാള് എന്നെങ്കിലും ഒരു ദിവസം വരും. അപ്പം അന്ന് ആ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഈ ഒരു വറുതി, ഈ ഒരു ക്ഷാമം നമ്മൾ അനുഭവിക്കേണ്ടതില്ല എങ്കിൽ ഈ ഒരു ദൈവത്തിൻ്റെ വചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വരുക്കൂട്ടി വെക്കേണ്ടത് തന്നെയാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഈ പഴയ നിയമ പുസ്തകങ്ങളിലെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പുതിയ നിയമ പുസ്തകങ്ങളിൽ തന്നെയാണ്. യേശുവിൻ്റെ മൊഴികൾ പലതരത്തിലാണ് യേശു തൻ്റെ വചനങ്ങളെക്കുറിച്ച്, ദൈവ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എൻ്റെ വായിൽ നിന്ന് പോകുന്ന വചനങ്ങൾ അത് ആത്മാവും ജീവനുമാകുന്നു. മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പോകുന്ന വചനങ്ങൾ കൊണ്ടും തന്നെയാണ് ജീവിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ആഹാരം നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മൾ ഭക്ഷിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കേൾക്കാനും വായിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് നമ്മൾക്കിവിടെ മനസ്സിലാകുന്നത്. ഇല്ലാത്ത പക്ഷം യഹോവയുടെ യഹോവയുടെ വചനത്തിന് വേണ്ടിയുള്ള ആ ഒരു ക്ഷാമം നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വരും. തെക്കേ രാജ്ഞി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്തു ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ വേണ്ടി. ശലോമോനേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടല്ലോ എന്നതിൽ കൂടി യേശു അർത്ഥമാക്കുന്നത് ശെബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ അതീവ താല്പര്യം, അതീവ വിശപ്പ് കാണിച്ചു. അപ്പോൾ അതിനേക്കാട്ടിലും വലിയവനാണ് എന്ന് പറഞ്ഞാൽ ശലോമോൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ്, അത് വിസ്ഡമാണ്, വിസ്ഡം ടോക്കാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആത്മാവും ജീവനും നേടിത്തരുന്ന ഈ ഒരു വചനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം വിശപ്പാണ് ശെബാരാജ്ഞിയെ പോലെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അന്ന് ശെബാരാജ്ഞി യാത്ര ചെയ്തതുപോലെ ഒന്നും നമ്മൾക്ക് ആർക്കും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ബൈബിള് ഉണ്ട്. എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഓരോരുത്തരും ആ ക്ഷാമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ വചനം രക്ഷ കേൾക്കാതെയുള്ള ആ ഒരു ക്ഷാമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ താല്പര്യം കാണിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനും നേടിത്തരുന്ന വചനമാണ്. ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചു എന്ന് വെച്ച് നമ്മൾ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ തലേദിവസം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിക്കാതെ ഇരിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും എന്നും എല്ലാ ദിവസവും നമ്മൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇഴകിച്ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്രമാത്രം താല്പര്യം നമ്മൾ കാണിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം സ്വരുക്കൂട്ടാനുള്ള ആ ഒരു ഇഷ്ടം നമ്മൾക്ക് വേണ്ടത് എന്നതെല്ലാവരും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശപ്പ് നമ്മൾക്ക് ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ആകുന്ന, ദൈവത്തിൻ്റെ രക്ഷ ഇല്ലാതെ ആയി പോകുന്ന ആ അവസ്ഥ, ആ ക്ഷാമം നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാവർക്കും ബാധകമായത് തന്നെയാണ്. കാരണം യേശു പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ അത് ആത്മാവും ജീവനും നമ്മൾക്ക് ഓരോരുത്തർക്കും നേടിത്തരുന്നതാണ്. So come fall in love with Jesus and fall in love with the word of God.